വെൽക്കം ടു മൈ വീഡിയോ. നമ്മൾ കണ്ണൂരേക്ക് പോവാന്ന്. നമ്മള് ഇപ്രാവശ്യം നമുക്ക് ഓണമൊന്നുമില്ല. ഇപ്പൊ കഴിഞ്ഞ വിഷു നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. വേറൊന്നല്ല, നമ്മളെ ഇവരെ അമ്മമ്മ, നിധിചേട്ടന്റെ അമ്മമ്മ നമ്മളെ വീട്ടിലെ താമസിക്കുന്നുണ്ട്. അമ്മമ്മ മരിച്ചതുകൊണ്ട് 1 year ആയിട്ടില്ല. അപ്പൊ നമുക്ക് ഓണമില്ലാത്തതുകൊണ്ട് നമ്മൾ കണ്ണൂരേക്ക് പോകുന്നതാണ്. അപ്പൊ അമ്മ ഏച്ചിയുടെ അടുത്തേക്ക് പോകും, വേറെ സിസ്റ്ററുടെ അടുത്തേക്ക്. ഞാൻ ഇനി കുറച്ച് ദിവസം കണ്ണൂരിൽ നിന്നിട്ടേ വരുള്ളൂ. നിധിചേട്ടൻ നാളെ ഇങ്ങോട്ടേക്ക് വരും. പിന്നെ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ കഴിഞ്ഞ വ്ളോഗില് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതെല്ലാം കാണിച്ചത്. നമ്മൾ ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് എടുത്തതൊന്നല്ല. നിധിചേട്ടന്റെ കമ്പനീന്റെ ഫാമിലി ഡേ ഫംഗ്ഷൻ വരുന്നുണ്ട് 29-ാം തീയതി. അപ്പൊ നമ്മൾ എറണാകുളത്തേക്ക് പോകും. അപ്പൊ ഫാമിലി ഡേ ആണ്. അപ്പൊ അതിന് പ്ലസ് ഓണം സെലിബ്രേഷനും ഉണ്ട്. അപ്പൊ ഓണം സെലിബ്രേഷനും ഉണ്ട്. അപ്പൊ നമ്മള് അതിന് വേണ്ടിയിട്ടാണ് നമ്മള് മിനാതെ ഡ്രസ് എടുക്കാൻ പോയത്. ഏച്ചിക്ക് അവരെ PSC അവിടെ പഠിക്കാൻ പോകുന്നിടത്തും സെലിബ്രേഷൻ ഉണ്ട്. അതുകൊണ്ട് ഏച്ചി അവിടുന്ന് നമ്മളെ കൂടെ വന്ന് ഡ്രസ് എടുക്കും. അത്രയേ ഉള്ളൂ. നമ്മളല്ലാണ്ട് വേറെ സെലിബ്രേഷൻ ഒന്നും ഇല്ല. അന്നേരം അമ്മക്ക് നമ്മള് ഈ ഒരു പരിപാടിക്ക് വേണ്ടിട്ട് ഡ്രസ് എടുക്കുന്ന സമയത്ത് അമ്മക്ക് എടുക്കുമ്പോ വാങ്ങിച്ചു. അത്രയേ ഉള്ളൂ. അപ്പൊ കണ്ണൂരെത്തിയിട്ട് ബാക്കി വിശേഷങ്ങളെല്ലാം കാണിച്ചു തരാം. പൾബർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെല്ലാം അഭിപ്രായം കാണിക്കുന്നുണ്ട്. എല്ലാ വിഷുവിനും ഓണത്തിനും നമ്മൾ വീട്ടിലേക്ക് പോകലുണ്ട്. നമ്മളെ നമ്മൾ ഇരിട്ടിയിൽ വീട്ടിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണമെല്ലാം കഴിച്ചിട്ടാണ് നമ്മളെപ്പോഴും ഇങ്ങ് കണ്ണൂരേക്ക് വരലുണ്ട്. അങ്ങനെ നമ്മൾ എത്താനായിട്ടുണ്ട്. കണ്ണൂരെത്തി. നിലു നല്ല ഉറക്കേനു. അമ്മ ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു എത്താനായോ എന്ന് ചോദിച്ചിട്ട്. നമ്മളിതെവിടെ എത്തി, റോട്ടിലെത്തി. നാളെയാണ് ഓണം, ഇന്ന് ഉത്രാടം. നമ്മൾ ലൈറ്റായിട്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയാൽ നമ്മൾ ഫുഡിന് വെയിറ്റ് ചെയ്യേണ്ട, ലഞ്ചിന് വെയിറ്റ് ചെയ്യേണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിന്. നമ്മൾ എത്താൻ ലേറ്റ് ആകുമെന്ന് പറഞ്ഞതുകൊണ്ട് അവർ ഭക്ഷണമെല്ലാം കഴിച്ചിട്ടുണ്ടായി. സ്പെഷ്യൽ ഉണ്ണിയപ്പം. നിലൂന് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിയപ്പം. അതുകൊണ്ട് അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന്. പിന്നെ ബേക്കറിയെല്ലാം വാങ്ങിക്കുന്ന നേരത്തിന് ഉണ്ണിയപ്പം ആക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മ ആക്കിയതാണ്. ഹായ്, ഗുഡ് ഈവനിങ്. താങ്ക് യു അമ്മ. അമ്മേൻ്റെ ചോറും ബീഫ്, തോരൻ, എരിശ്ശേരി, പിന്നെന്താ ഇതെന്നാ ഈ മഞ്ഞക്കറി, ചെമ്മീൻ കറി, പപ്പടം. ഞാൻ ലേശോ ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട്, ചോറ് കുറേ വേണ്ട, എല്ലാം ആസ്വദിച്ച് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ ഇട്ടതാണ്. നമ്മളിപ്പോ പോകുന്നത് സിനിമക്ക് പോവാന്നല്ലേ. നമ്മൾ സിനിമക്ക് പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ടുണ്ട്. ബത്ലഹേം കുടുംബം കൂടിയിട്ട് സിനിമ കാണാൻ വേണ്ടിട്ട് പോവാത്. ഇവിടുന്ന് അമ്മയും ഏട്ടനും അച്ഛനൊന്നും ഈ മൂവി കണ്ടിട്ടില്ല. നമ്മൾ അന്ന് പോയതാണ്. അപ്പൊ നമുക്ക് മൂവി ഇഷ്ടമായത് കൊണ്ട് നമ്മൾ ഒന്നും കൂടെ കാണണമെന്ന് വിചാരിച്ചിരുന്നു. അന്ന് ആ സിനിമ കണ്ടിറങ്ങി അന്നേരം തന്നെ നിധിചേട്ടൻ പറഞ്ഞ് ആ സിനിമക്ക് ഒന്നും കൂടെ പോകണം എന്നുള്ളത്. അങ്ങനെ എന്തായാലും പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും കൂടെ. അപ്പൊ ഇവിടുന്ന് ഇവരെല്ലാവരും പോകണം എന്നുള്ളതുകൊണ്ട് ഇവരെല്ലാം കൂടിയിട്ട് പോവാന്ന് നമ്മളിന്ന് സിനിമക്ക് റെഡിയായി. 10:45 ഷോനാണ് പോകുന്നത്. എല്ലാവരും ഇങ്ങനെ എപ്പെങ്കിലും കൂടുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഏട്ടൻ ജോലി സ്ഥലത്ത് എവിടെയെങ്കിലും ഉണ്ടാവുക, വീക്കിലിയോ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ കൂടുമ്പോൾ അല്ലാന്ന് വീട്ടിലേക്ക് വരിക. ആ സമയത്ത് ഞാനും എപ്പെങ്കിലും ഏട്ടൻ വരുന്ന സമയത്ത് ഞാനും വരാൻ ശ്രമിക്കലുണ്ട്. മാക്സിമം ഞാൻ ഏട്ടൻ വരുന്ന സമയത്ത് ഒപ്പരം വരാൻ നോക്കും. അങ്ങനെ ആകുമ്പോൾ നിലൂന് ഏട്ടനെയും കാണാൻ പറ്റും. നിലൂന് മാമൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. അന്നേരം ഞാൻ ആ സമയത്ത് വരാൻ നോക്കലുണ്ട്. അധികവും അങ്ങനെയാണ് വരൽ. പിന്നെ എല്ലാവരും തിരിച്ചു പോകുമ്പോൾ അച്ഛനും അമ്മയും മാത്രം വീണ്ടും ഒറ്റയ്ക്ക്. ഹായ് പറ. ഫസ്റ്റെല്ലാം കഴിഞ്ഞ് നമ്മളിനി അമ്മനെ കാണിക്കണ്ട നമ്മ പറയുന്നത്. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളിനി അടുത്തത് നമ്മളെ ലഞ്ചിന്റെ പരിപാടിയിലേക്ക് കിടക്കുന്ന. നല്ല ലേറ്റായി. നമ്മള് പൂവിടൽ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കും.
നമ്മൾ കണ്ണൂർക്കാർ ഓണത്തിനോ വിഷുവിനോ എല്ലാം അന്നത്തെ ഡേ ബിരിയാണി ഉണ്ടാക്കും. നമ്മൾ ബിരിയാണി തന്നെ ഉണ്ടാക്കുന്നത്, അതിൽ മാറ്റമൊന്നുമില്ല. നമ്മൾ ഇന്നലെ ചോറും എരിശ്ശേരി അങ്ങനത്തെ ഇന്നലെ വെജിറ്റേറിയൻ സാധനങ്ങളെല്ലാം ആക്കിയത് കൊണ്ട് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞു. പിന്നെ ഈ ഉച്ചക്കത്തെ ലഞ്ചിനുണ്ടായ സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇനി വൈകുന്നേരം പിന്നെയും കുക്ക് ചെയ്യേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇന്നാക്കാന്ന് പറഞ്ഞിട്ട് ഇന്നത്തേക്ക് പ്ലാൻ ചെയ്തിട്ടാണ്. ഞാൻ വേഗം പോയിട്ട് ഉള്ളിയെല്ലാം അരിഞ്ഞ് ബിരിയാണീൻ്റെ പരിപാടി സെറ്റാക്കട്ടെ. ബിരിയാണീൻ്റെ മസാലയെല്ലാം ഞാനാക്കും, റൈസ് അമ്മയാക്കി തരും, എന്നിട്ട് ദമ്മിടും. അങ്ങനെ ബിരിയാണി പരിപാടി ഫിനിഷ്. ഓണ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ തറവാട് വീട്ടിൽ, നമ്മളെ കണ്ണോത്തുംചാലിൽ നമ്മളെ തറവാട് എല്ലാവരും നിന്ന വീടുണ്ട്. അവിടുത്തെ ഓണ സെലിബ്രേഷനാണ് നമുക്ക് എപ്പോഴും നമ്മുടെ മൈൻഡിലുണ്ടാവുക. അവിടെ വേറെ തന്നെ ഒരു വൈബാണ്. ആ ഒരു വീട്ടിൽ നമ്മൾ ഓണം സെലിബ്രേറ്റ്, വിഷു ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വിഷുവിനും ഓണത്തിനും നമ്മൾ ഗ്രാൻഡായിട്ട് എൻജോയ് ചെയ്യലുണ്ട്. അതിപ്പം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു വീടും എല്ലാം തന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഓണത്തിന് ഉച്ചക്കത്തെ ലഞ്ചും കഴിഞ്ഞ് ബിരിയാണിയാന്ന് അന്നേരം ആക്കുക. ഉച്ചക്കത്തെ ബിരിയാണിയും എല്ലാം ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിടുന്നത് വടകരയ്ക്ക്, അമ്മേൻ്റെ വീട്ടിലേക്ക്. അവിടെ എന്നിട്ട് വെക്കേഷൻ കഴിയുന്ന അന്നേരമാണ് പിന്നെ വരിക. നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കസിൻസിൻ്റെ കൂടെ അടിച്ച് പൊളിക്കലായിരിക്കും. ഓണം സെലിബ്രേഷനെല്ലാം കഴിഞ്ഞ് വെക്കേഷനും കഴിഞ്ഞ് തലേന്നത്തെ ഡേ പിറ്റേന്ന് സ്കൂളിൽ പോകണമായിരിക്കും. തലേന്നത്തെ ഡേ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് നെഞ്ഞത്തുനിന്ന് ഇങ്ങനെ അട്ടിക്കും. പിറ്റേന്ന് ആൻസർ പേപ്പർ കിട്ടും. പിന്നെ ഭയങ്കരമായിട്ട് മടിയുമായിരിക്കും സ്കൂളിൽ പോകണം എന്നുള്ള ആലോചിച്ചിട്ടുള്ള ടെൻഷനും. ആ ഒരു ഡേയ്സൊന്നും എനിക്ക് ഇഷ്ടേ അല്ല. എല്ലാവരും പറയും സ്കൂൾ ലൈഫാണ് അടിപൊളിയത്. പക്ഷേങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ല എനിക്ക് സ്കൂൾ ലൈഫ് വേണമെന്ന്. ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് ഇഷ്ടമില്ല സ്കൂൾ ലൈഫിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ റൈസ് ഉണ്ട്, റൈസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്, ദമ്മിടാം. അങ്ങനെ ഇതാ ബിരിയാണീൻ്റെ മസാല അല്ലേ, ബിരിയാണീൻ്റെ മസാല സെറ്റായിട്ടുണ്ട്. ഇവിടെ ഇതാ നമ്മൾ പാലട പായസം ഉണ്ടാക്കാനുള്ള പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. സൂപ്പറാ ബിരിയാണി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ഒന്ന് ഒരുങ്ങിയിട്ടുണ്ട്. ഫോട്ടോസെല്ലാം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് റെഡിയായതാണ്. എനിക്ക് ഈ വിഷു ഓണമെല്ലാം വരുന്ന സമയത്ത് ഇങ്ങനെ സാരിയെല്ലാം ഇട്ട് ഒരുങ്ങി അങ്ങനെ ഫോട്ടോസെല്ലാം എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതാ വയലിലേക്ക് വന്നിട്ടുണ്ട്. കിടിലം വ്യൂ ആണ് ഇവിടെ, നല്ല അടിപൊളി സ്ഥലം. ഈ ഒരു വയലിൻ്റെ നടുക്കൊരു അമ്പലം വരുന്നുണ്ട്. അമ്പലത്തിൽ അവിടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വേറെയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് സൈഡിൽ നിന്ന് ഫോട്ടോസെല്ലാം എടുത്തിട്ട് നമ്മൾ വേഗം തന്നെ പോയി. ഒരു വൈകുന്നേരം തന്നെ നിധിചേട്ടൻ പോയി. ഞാൻ പിന്നെ അന്നേരം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ നിലു കിടന്നുറങ്ങി. ഞാനും വന്നിട്ട് ഇപ്പം കുറച്ച് സമയം കിടന്നുറങ്ങി എണീച്ച്. ഇനി ഇപ്പം സമയം എത്ര കിടന്നുറങ്ങേണ്ട സമയമായി, കുറച്ച് സമയം ഉറങ്ങി. അപ്പം നമ്മളെ ഓണം വിശേഷങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ മറ്റന്നാൾ നിധിചേട്ടൻ വരും. നമ്മൾ എറണാകുളത്ത് പോകുന്നുണ്ട്. അതിൻ്റെ വ്ളോഗ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് ടാറ്റാ ബൈ ബൈ, സീ യു.